ഹോമലോഗസ് സീരീസ് എഴുതിക്കോളൂ. ഹോമലോഗസ് സീരീസ്. ഹെഡിങ് എഴുതിക്കോ. ഹോമലോഗസ് സീരീസ്. ഈ ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ ആൽക്കീൻ എന്ന് പറഞ്ഞൊരു ഫാമിലി എടുക്കുമെന്ന് വിചാരിച്ചു. ആൽക്കെയിൻ എന്ന് പറഞ്ഞ ഫാമിലി എടുക്കുക. ആൽക്കെയിൻ്റെ ഇത് എഴുതല്ലേ, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുകയാണ്. ഞാൻ എഴുതാനുള്ളത് തരാം. ആൽക്കെയിൻ്റെ ഫസ്റ്റ് മെമ്പർ ആരാ ശ്രേയ? ആൽക്കെയിൻ്റെയോ? മീഥെയ്ൻ. CH4. അടുത്ത മെമ്പറിന്റെ പേരെന്താ? ഈഥെയ്ൻ. ഈഥെയ്ന്റെ ഫോർമുല എന്താ? C2H6. ഓക്കെ. അടുത്ത മെമ്പറിന്റെ പേരെന്താ? പ്രൊപ്പെയ്ൻ. അതിന്റെ ഫോർമുല എന്താ? C3H8. ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. CH4ൽ നിന്ന് C2H6 ആകാൻ വേണ്ടി എന്ത് വ്യത്യാസം വന്നു? CH2. C2H6ൽ നിന്ന് C3H8 ആകാൻ എന്ത് വ്യത്യാസം വന്നു? CH2. കണ്ടോ? ഇനി അടുത്തത് C4H10ഉം അടുത്തത് C5H12ഉം അടുത്തത് C6H14ഉം. അതായത് എല്ലാ ഗ്രൂപ്പും തമ്മിലും ഒരു CH2ന്റെ വ്യത്യാസമാണുള്ളത്. ആണല്ലോ. ആൽക്കീൻ എടുക്കാം. ആൽക്കീന്റെ ഫസ്റ്റ് മെമ്പർ ആരാ? ഈഥീൻ. ഫോർമുല എന്താ? ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്കിയോ. C ഡബിൾ ബോണ്ട് C, ഇതിന് ചുറ്റും 2, ഇതിന് ചുറ്റും 2, മൊത്തം 4 എണ്ണം വരണം. 2 വെച്ച്. അപ്പം നമുക്ക് C2H4 ഇതാണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് ആരാ? ഈഥീൻ കഴിഞ്ഞിട്ട് ആരാ? പ്രൊപ്പീൻ. പ്രൊപ്പീൻ വരുമ്പോ നോക്കിയേ. C3H6 ആ വരുന്നത്. ആണോ? 1, 2, 3. ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കി, സിംഗിൾ ബോണ്ട്. ബാക്കി ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. 2, 3, 4, 5, 6. കണ്ടോ? C3H6. അടുത്തത് C4H8 വരും. നോക്കി, ഇവർ തമ്മിൽ എന്തോ വ്യത്യാസം? ഇവിടെ ഒരു CH2ന്റെ വ്യത്യാസം, ഇവിടെ ഒരു CH2ന്റെ വ്യത്യാസം. ഇനി അടുത്ത എഴുതി പോയാലേ അത് CH2ന്റെ വ്യത്യാസമേ ഉള്ളൂ. ആണോ? ഓക്കെ. ഈ ആൽക്കൈന്റെ ഫസ്റ്റ് മെമ്പർ ആരാ? ഈഥൈൻ എന്ന് പറയുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് C, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. അതായത് 2 Cയും 2 Hഉം. അതായത് C2H2. അതാണ് ഫസ്റ്റ് മെമ്പറിന്റെ ഫോർമുല, മോളിക്കുലർ ഫോർമുല. അടുത്തതോ? പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ. 1, 2, 3. ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട്, ഒരെണ്ണം സിംഗിൾ ബോണ്ട്. ഇതിന് ചുറ്റിന് 4. ഇനിയിപ്പോ ഇവിടെ ഒന്നും വരാനില്ല. ഇവിടെ 1 ഇല്ലേ? ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ. അപ്പം C3H4. അടുത്തത് എന്താണ്? പ്രൊപ്പൈൻ കഴിഞ്ഞിട്ട് ബ്യൂട്ടൈൻ. 1, 2, 3, 4. ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആക്കാം. ഇവിടെ പിന്നെ ഒരു ഹൈഡ്രജൻ, പിന്നെ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഇനി ഹൈഡ്രജൻ ഒന്നുമില്ല. അപ്പൊ 1, 2, 3, 4, 5, 6. അപ്പൊ C4H6. നോക്കി, ഇവർ തമ്മിലും വ്യത്യാസം എന്തുവാ? ഒരു CH2 ഗ്രൂപ്പ് കൂട്ടി പോവാ. അപ്പം ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഫാമിലി എടുക്കുവാണെങ്കിൽ അതിന്റെ സക്സസീവ് മെമ്പർ, അടുത്തടുത്ത മെമ്പറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് CH2 ആണെങ്കിൽ ആ സീരീസുകളെ പറയുന്ന പേരാണ് ഹോമലോഗസ്. ഇത് ഒരു ഹോമലോഗസ് സീരീസ് ആണ്. മീഥൈന്റെ അല്ല, ആൽക്കൈന്റെ. ഇത് ഒരു ഹോമലോഗസ് സീരീസ് ആണ്. കാരണം അവിടെയും CH2ന്റെ വ്യത്യാസമേ ഉള്ളൂ കോമ്പൗണ്ടുകൾ തമ്മിൽ. അത് ആൽക്കീൻ ഫാമിലിയാണ്. ഇതും ആൽക്കൈൻ ഫാമിലിയാണ്. ഇവിടെയും ഒരു CH2ന്റെ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്തുള്ള കോമ്പൗണ്ടുകൾ തമ്മിൽ. അപ്പൊ ഇവരെയെല്ലാം പറയുന്ന പേരാണ് ഹോമലോഗസ് സീരീസ്. മനസ്സിലായോ അക്ഷിത? മനസ്സിലായി. അൽക്ക മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. മനസ്സിലായോ? ശ്രേയക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി എഴുതാനുള്ള എഴുതിക്കോളൂ. It is a series of compound with similar chemical properties and with same
സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വന്നാലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പം അത് എക്സാമ്പിൾ പറയുന്നത് എഴുതിക്കുക. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് in which the successive member അല്ലെങ്കിൽ വേണ്ട in which the members of the series members of the series differ from each other by CH2. Okay. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെമ്പറിനെ നമ്മൾ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും അതേപോലെ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് എഴുതി കാണിക്കാം. എന്നിട്ട് നോക്കിയോ, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, നെയിം എന്ന് എഴുതിയിട്ട് മെത്ത് എന്ന് എഴുതുക. മെത്ത് എന്ന് പറയുമ്പോൾ അതിനകത്തെ നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 1 ആണെന്നും ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ മീതെയിൻ എന്ന് പറയുന്ന പേരിലുമായിരിക്കും നെയിം ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാമേ. ഇത് CH4. അതേപോലെ തന്നെ അവന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുമ്പോൾ CH4 തന്നെ ഇങ്ങനെയായിരിക്കും വരിക. ഒരു കാർബണുള്ള ആൽക്കീനും ഒരു കാർബണുള്ള ആൽക്കൈനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 2 കാർബണിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുമ്പോഴാണല്ലോ ഈൻ എന്ന് പറയുന്നത്. 2 കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴാണല്ലോ അയിൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കാർബണേ ഉള്ളെങ്കിൽ അവിടെ അത് രണ്ടെണ്ണം പോസിബിൾ അല്ല. അപ്പം ഇതിന്റെ കേസിൽ ആൽക്കീനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നോട്ട് എക്സിസ്റ്റ്. അതേപോലെ തന്നെ ആൽക്കൈനും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അടുത്തത് നെയിം എന്ന് എഴുതുക. നെയിം എന്ന് എഴുതുക. ഹൈഫൻ ഇട്ടിട്ട് എത്ത് എന്നാക്കുക. എന്ന് എഴുതുക. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്നുള്ളത് 2 കൊടുക്കുക. ആൽക്കെയിൻ എന്നുള്ളത് അത് ഈതെയിൻ എന്നാണ് അവന്റെ പേര്. അപ്പൊ അവന്റെ ഫോർമുല എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല C2H4. അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. C2H6 ആണ്. അവന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ 2 കാർബൺ, ഒരു കാർബണിന്റെ ചുറ്റിനും 4 ബോണ്ട് വരണം. 2 കാർബൺ ഓൾറെഡി വന്നു കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാ കാർബണിന്റെ ഹൈഡ്രജൻ ഇട്ട് നമ്മൾ ബാലൻസ് ചെയ്യാം. ഇതിന് ആൽക്കീനും ഉണ്ട്. ഇവന്റെ ആൽക്കീൻ ഫോം എന്താ?
ആൽക്കീൻ ഫോം എന്ന് പറയുമ്പോൾ ഈനാണ്. അപ്പൊ അവന് നമ്മൾ C2H അല്ല ഈഥീൻ അല്ലേ, അപ്പൊ C2H4 അപ്പൊ അവന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ C ഡബിൾ ബോണ്ട് വരുന്നു, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, കണ്ടോ. ഇനിയും ഇവൻ ആൽക്കൈനും ഉണ്ട്. ആൽക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തൈനാണ്. അപ്പൊ ഈത്തൈൻ എന്ന് പറയുമ്പോൾ C2H2 ആണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് H, കണ്ടോ. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുക. എഴുതണേ. ഓക്കെ. ഇനിയും നമുക്ക് ആൽക്കന്റെ ഈഥീന്റെ വരച്ചു. ഇനിയും മൂന്നാമത്തെ ഡോട്ട് ഇട്ടിട്ട് നെയിം എന്ന് എഴുതുക. അതിനെ നമുക്ക് പ്രൊപ്പ് എന്ന് കൊടുത്തിട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുമ്പോൾ എത്ര വരും? നമ്പർ ഓഫ് കാർബൺ ആറ്റം, പ്രൊപ്പ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 3 ആണ്. ആൽക്കൈന്റെ നെയിം ആണെങ്കിൽ പ്രൊപ്പൈൻ എന്ന് പറയും. അത് C3H8 എന്നാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല, അതിന്റെ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും 3 കാർബൺ, എല്ലാം സിംഗിൾ ബോണ്ട് ആണ് ഈൻ ആയതുകൊണ്ട്. ബാക്കിയുള്ള എല്ലാം 4 ബോണ്ട് വരുന്ന രീതിയിൽ ഹൈഡ്രജനെ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. ഇനിയും ഈ പ്രൊപ്പിന് തന്നെ ആൽക്കീനും പോസിബിൾ ആണ്, ആൽക്കൈനും പോസിബിൾ ആണ്. അപ്പൊ ആൽക്കീൻ എഴുതുമ്പോൾ ആൽക്കീൻ എഴുതിയിട്ട് പ്രൊപ്പീൻ എന്ന് എഴുതുക. സ്ട്രക്ചർ 1 2 3, ഒരു ഡബിൾ ബോണ്ട് വരിക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഹൈഡ്രജൻ, ഇവിടെ 1 അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, പിന്നെ 1 2 3 ഇവിടെ എണ്ണം, പിന്നെ 1 2 3, അപ്പം 1 2 3 3 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ, 5 ഹൈഡ്രജൻ, 6 ഹൈഡ്രജൻ. അപ്പൊ അതിന്റെ കണ്ടൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും C3H6 ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ഇനിയും ആൽക്കൈനും പോസിബിൾ ആണ്, പ്രൊപ്പൈൻ. അവിടെ 1 2 3, ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട്, ഒരെണ്ണം സിംഗിൾ ബോണ്ട്, ഇത് 1 2 3 4, H 1 2 3, ഇവിടെ 1 2 3 4 H. അപ്പൊ ഇത്രേ ഉള്ളൂ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർബണ് ചുറ്റിനും ഓൾറെഡി 3 എണ്ണമായി, 4 എണ്ണമായി അല്ലേ. ഈ കാർബണ് ചുറ്റിനും 1 2 3 എണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടെ വരണം. ഈ കാർബണിന് ചുറ്റിനും 1 ഉള്ളൂ, ഇനി ബാക്കി 3 എണ്ണം കൂടെ വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ C3H4 ആണ്. ഇനി ഇതേപോലെ തന്നെ ബ്യൂട്ടൈന്റെ ഇത് എഴുതിയോ? ശ്രേയ, അക്ഷിത, അൽക്ക എഴുതിയോ? ശ്രേയ
അങ്ങനെയാണെങ്കിൽ അടുത്ത് ഒന്ന് എഴുതിക്കേ. നെയിം ബ്യൂട്ട്, അതായത് നാലാമത്തേന് ബ്യൂട്ട് എന്നാണേ. അപ്പോൾ അതിന്റെ നെയിം എന്ന് പറയുന്ന ബ്യൂട്ട്, അതിന്റെ ബാക്കിയുള്ള എല്ലാം ഒന്ന് എഴുതിക്കേ. നെയിം എന്ന് പറയുന്നത് ബ്യൂട്ടാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം കാർബൺ ആറ്റം എന്ന് പറയുന്നത് 4ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൽക്കെയിൻ എഴുതുക, സ്ട്രക്ചർ വരയ്ക്കുക, മോളിക്കുലാർ ഫോർമുല എഴുതുക. ആൽക്കീൻ എഴുതുക, സ്ട്രക്ചർ എഴുതുക, മോളിക്കുലാർ ഫോർമുല എഴുതുക. ആൽക്കൈൻ എഴുതുക, സ്ട്രക്ചർ എഴുതുക, മോളിക്കുലാർ ഫോർമുല എഴുതുക. ഓക്കെ, ആൽക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ C4H10 എന്ന് വരും. 1 2 3 4 സിംഗിൾ ബോണ്ട് ആദ്യം എല്ലാം കൊടുക്കുക. പിന്നെ ഓരോ കാർബണിന് ചുറ്റിനും 4 ബോണ്ട്. ഇവിടെ 1 2 3 4 വന്നു, ഇവിടെ 1 2 വന്നു, ഇവിടെ 1 2, ഇവിടെ 1 2 3. H H H H H H H H H H. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ 4 1 2 3 4 ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ അറ്റത്ത് തന്നെ കൊടുക്കുകയാണ്. ബാക്കി ഈ കാർബണിന് ചുറ്റിനും ഇപ്പോൾ 2 ആയി, ഇനി 2 കൂടെ കൊടുക്കുക. ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. ഈ കാർബണ് ഇപ്പൊ ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഇപ്പൊ ഈ കാർബണിന് ചുറ്റിനും 1 2 3 ആയി. ഇനി എന്താ, ഒരെണ്ണം കൂടെ. ഇനി ഈ കാർബണിന് ചുറ്റിനും ഓൾറെഡി 2 ആയി, ഇനി 2 കൂടെ. ഇനി ഈ കാർബണിന് ചുറ്റിനും 3 1 2 3. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 5 6 6 2 8, അതായത് C4H8 ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. അതേപോലെ തന്നെ ആൽക്കൈൻ വരുന്ന സമയത്ത് ബ്യൂട്ടൈൻ എന്നാണ് അവന്റെ പേര് വരിക. ബ്യൂട്ടൈൻ എന്നാണ് അവന്റെ പേര് വരിക. അപ്പം 1 2 3 4 ഏതെങ്കിലും ഒരു സൈഡിൽ എവിടെ വേണേൽ ട്രിപ്പിൾ ബോണ്ട് ഇടാമേ. നടുക്ക് വേണമെങ്കിൽ ഇടാം, സൈഡിൽ വേണമെങ്കിൽ എവിടെ വേണേൽ ഇടാം. അപ്പൊ ഞാൻ ഈ അറ്റത്ത് തന്നെ ഇടുകയാണ്, ബാക്കിയുള്ളത് സിംഗിൾ ബോണ്ട്. ഇപ്പൊ ഈ കാർബൺ ചുറ്റിന് 3 ആയി, ഇനി ഒരു ഹൈഡ്രജൻ കൂടെ വരത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഈ കാർബൺ ചുറ്റിന് ഓൾറെഡി ഇവിടെ 3 ഇവിടെ 1 വന്നപ്പോൾ മൊത്തമായി. ഈ കാർബൺ ചുറ്റിന് 2 ഉള്ളൂ, അപ്പൊ 2 ഹൈഡ്രജൻ കൂടെ വരുന്നു. ഈ കാർബൺ ചുറ്റിനും ഒരു ബോണ്ടേ ഉള്ളൂ, ഇനി 3 കൂടെ വരും. 1 2 3. അപ്പൊ ഇവിടെ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ C4H6 ആണ്. അല്ലയോ, ആണോ, കൃത്യമല്ലേ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് പെൻഡ. 5 കാർബൺ ഉള്ളതിനെ നമ്മൾ പെൻഡ് എന്നാ പറയുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതാം. നെയിം എന്ന് പറയുന്നത് പെൻഡ് ആണ്. പെൻഡ്. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അവന് ആൽക്കൈനും ഉണ്ട്, ആൽക്കൈനും ഉണ്ട്. അപ്പൊ അവന്റെ ആൽക്കൈന്റെ പേര് വരുന്നത് പെൻഡെയ്ൻ എന്നാണ്. അതായത് C5H10 എന്നായിരിക്കും അവന്റെ മോളിക്കുലാർ ഫോർമുല. 1 2 3 4 5. 1 2 3 4. ഇവിടെ 1 2 3 4 5 6 7 8 9. അല്ല സോറി, 1 2 3 4 5 6 7 8 9. അല്ലല്ലോ, C5H12 ആണ് വരുന്നത്. 10 12 12. H H H H H H H H H H. ഇനിയും ആൽക്കീൻ, അവന്റെ ആൽക്കീനെ നമുക്ക് പെൻഡീൻ എന്ന് വിളിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി, 5 കാർബൺ ആറ്റം വരയ്ക്കുക. 1 2 3 4 5. ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക. ഞാനിപ്പം തൽക്കാലം ഇതാക്കാം. ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ഇടുക. എന്നിട്ട് ഓരോ കാർബണിന് ചുറ്റിനും 4 ബോണ്ട് വരുന്ന രീതിയിൽ ഹൈഡ്രജനെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരെണ്ണം ഉണ്ട്, 3 കൂടെ വരും. 1 2 3. ഇവിടെ ഓൾറെഡി 2 3 ഉണ്ട്, ഒരു ഹൈഡ്രജൻ കൂടെ വരും. ഈ കാർബണിന് ചുറ്റിനും 3 ഉണ്ട്, ഇനി ഒരു ഹൈഡ്രജൻ കൂടെ ഉള്ളൂ. ഈ കാർബണിന് ചുറ്റിനും 2 ഉള്ളൂ, അപ്പൊ ഇനി 2 ഹൈഡ്രജൻ കൂടെ വരും. ഈ കാർബണിന് ചുറ്റിനും ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ 3 വരും. ഇവൻ്റെത് C5H10 ആ വരുന്നത്. C5H10 ആ വരുന്നത്.
3 5 5 2 7 7 3 10 കറക്റ്റ്. ഇനി ആൽക്കൈൻ ഉണ്ട് ഇവന്. ആൽക്കൈൻ്റെ പേര് പെൻഡൈൻ എന്നാണ്. പെൻഡൈൻ എന്നാണ്. പെൻഡൈൻ. 5 കാർബൺ ആറ്റം 1 2 3 4 5. ഏതെങ്കിലും ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ഇടുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇടുകയാണ്. ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ഇടുക. ഇനി ഓരോ കാർബണിന് ചുറ്റിനും 4 ബോണ്ട് വരുന്ന രീതിയിൽ ഹൈഡ്രജൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ബാക്കി 3 എണ്ണം കൂടെ വരും. 3 ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 3 1 4 എണ്ണം ഉണ്ട്. ഇവിടെ 1 2 3 4 ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 1 2 3 4 2 ഹൈഡ്രജൻ ഇവിടെ വരും. ഇവിടെ 3 ഹൈഡ്രജൻ വരും. 3 5 5 3 8. അപ്പം 8. അപ്പം C5H8 ആയിരിക്കും ഇതിന് മോളിക്കുലർ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ 10 എണ്ണം വരെ എഴുതണം. അതായത് അടുത്തത് പെൻഡ് കഴിഞ്ഞ് വരുന്നത് ഹെക്സ് ആണ്. ഹെക്സ് കഴിഞ്ഞ് ഹെപ്റ്റാണ്. ഹെപ്റ്റ് കഴിഞ്ഞ് ഒക്റ്റാണ്. ഒക്റ്റ് കഴിഞ്ഞ് നണ്ണാണ്. നണ്ണ് കഴിഞ്ഞ് ഡെക്കാണ്. ഇത്രയും സാധനങ്ങൾ തന്നെത്താനെ ഒന്ന് എഴുതിയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തന്നെത്താനെ എഴുതണം. അതാണ് നമ്മൾ അടുത്ത ഇന്നത്തെ ബാക്കി പരിപാടി. സാർ എച്ചിന്റെ വാല്യൂ എന്താ ഇട്ട് കൊടുക്കണ്ടേ? എച്ചിന്റെ അല്ല, ഈ ക്വസ്റ്റ്യനിലല്ല, ഇതെല്ലാം ചെയ്ത് വരുമ്പം H12 H8 എന്നൊക്കെ കിട്ടത്തില്ലേ? അതെങ്ങനെയാ? എച്ചിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ? അല്ല, എച്ച് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാ അറിയുന്നത്? ഇപ്പൊ സ്ട്രക്ചർ വരയ്ക്കും പറയത്തില്ലേ. ഇപ്പൊ നോക്കി, ഇവിടെ 1 2 3 4 5 കാർബൺ. ഇവിടെ ഹൈഡ്രജൻ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10. കണ്ടോ? C5H10. 5 കാർബണും 10 ഹൈഡ്രജനും. ഓക്കെ, മനസ്സിലായി. ഒരെണ്ണം കൂടെ വരച്ച് കാണിക്കാം. ഞാൻ ഹെക്സും കൂടെ വരച്ച് കാണിക്കാം. ഇത് നിങ്ങൾ മനസ്സിലായില്ലായിരുന്നു ഇത് ഇത്രയും നേരം? അല്ല, മനസ്സിലായി. ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ എനിക്ക് തിരിഞ്ഞു പോയി, അതാ മനസ്സിലാവാൻ. ഇവിടെ നോക്കിയോ, അടുത്തത് നെയിം കൊടുക്കുക. അടുത്ത നോക്കിയോ, ഞാനത് പറഞ്ഞു തരാം. നോക്കിയോ, അടുത്തത് നോക്കിയോ. ഞാൻ എല്ലാം പടപടാന്ന് എഴുതി തരാം, ശ്രദ്ധിച്ചോണം. ഞാൻ ഇനി ചോദിച്ചെഴുതാൻ പോകുന്നത് അടുത്ത നെയിം എന്ന് പറയുന്നത് ഹെക്സ് ആണ്. നമ്പർ ഓഫ് കാർബൺ എത്ര ആയിരിക്കും അക്ഷിത? എത്രയായിരിക്കും? 6. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ആൽക്കെയിന്റെ പേരെന്തായിരിക്കും? ഹെക്സെയിൻ. ഹെക്സെയിൻ എന്നായിരിക്കും പേര്. അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ആറ്റമാണ് നമ്മൾ വരയ്ക്കേണ്ടത്? 6. 1 2 3 4 5 6. എയിൻ എന്ന് വരുമ്പോ അതിനർത്ഥം എന്തോ? എല്ലാം എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട്. അപ്പൊ എല്ലാത്തിനും സിംഗിൾ ബോണ്ട് കൊടുത്തു ആണല്ലോ. ഇനിയും ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രക്ചർ ആയോ? ഹൈഡ്രജൻ വരയ്ക്കണം. കാരണം നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോ കാർബണെ പറ്റി. അപ്പൊ കാർബണിന്റെ കൂടെ ഹൈഡ്രജനും വരണം. അപ്പം ഇപ്പൊ ഞാൻ ഈ വലത് സൈഡിലെ കാർബണിൽ തുടങ്ങാം. ഈ കാർബണിന് ചുറ്റിനും ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? ഇപ്പൊ ഒരെണ്ണം. അത് ഇതല്ലേ? ഇനി എത്ര എണ്ണം കൂടെ വരണം? 3. അപ്പൊ 1 2 3 എണ്ണം വന്നു. 3 ഹൈഡ്രജൻ ഇട്ടു. ഓക്കെ. ഈ കാർബണിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പൊ അടുത്തത് തൊട്ടിപ്പുറത്തെ 2. എത്ര ബോണ്ട്? 2. അതായത് ഇതുമാണ്. ആണോ? അപ്പൊ ഇനി എത്ര ഹൈഡ്രജൻ കൂടെ വരണം? 2. കാരണം മൊത്തം 4 ബോണ്ടേ വരാൻ പാടുള്ളൂ. ഇപ്പൊ 2. ഇനി ഈ കാർബണിന് ചുറ്റിനും എത്ര ബോണ്ട് ഉണ്ട്? ഇപ്പം 2. അപ്പൊ ഇനി എത്ര ഹൈഡ്രജൻ കൂടെ വരണം? 2. ഇനി അടുത്തത്, അതായത് ഇതിനകത്തോ 2. ഇനി എത്ര എണ്ണം കൂടെ വരണം? 2. ഇതിനകത്തോ 2. ഇനി എത്ര എണ്ണം കൂടെ വരണം? ഇനിയും അപ്പുറത്ത് 3. ഇവിടെ 3 എണ്ണം കൂടെ വരണം. 1 2 അപ്പൊ മൊത്തം എത്ര കാർബൺ ഉണ്ട്? 6 എണ്ണം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 14. 14. 6 12 14. H14. കണ്ടോ? ഇപ്പൊ എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഇനി ആൽക്കീൻ എഴുതുമ്പോ നോക്കി, ആൽക്കീൻ എഴുതുമ്പോ ഹെക്സ് ഈൻ എന്നാ പറയുന്നത്. അപ്പൊ എത്ര കാർബണാ? 6.
6 തന്നെ. 1 2 3 4 5 6. ഇനിയും ഈനെന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കണ്ടേ? എവിടെ കൊടുക്കും? ഏതാ? കൊടുക്കാൻ പറ്റത്തില്ലേ? കൊടുക്കാം. എവിടെ വേണേലും കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ ഈ അറ്റത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം ബാക്കി എത്ര ഹൈഡ്രജൻ അവിടെ വരും? അല്ല, ഡബിൾ ബോണ്ട് ഇട്ട് ബാക്കിയുള്ളതെല്ലാം പിന്നെ എന്തിട്ട് കൊടുക്കണം? സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കണം, ആണല്ലോ. ഇനിയിപ്പോ ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 2. ഇനി ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ വരും? 1. ഇനി ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ വരും? 2. 1 2. ഈ കാർബണില് 2. ഈ കാർബണില് 2. ഈ കാർബണില് 3. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? C6H എത്രയായി? 12. കണ്ടോ? ഇനി ഇതിന്റെ ആൽക്കൈൻ വരയ്ക്കണമെങ്കിലോ ഹെക്സ് അയിൻ. 6 കാർബൺ ആറ്റം കൊടുക്കുക. 1 2 3 4 1 2 3 4 5 6. എല്ലാം സിംഗിൾ ബോണ്ട് ഇടുക. ഏതെങ്കിലും ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആക്കുക. അപ്പൊ ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 1. ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? അവിടെ വേണ്ട, കാരണം 4 എണ്ണം ആയി. ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 2. ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെ 3. ആണോ? അപ്പൊ നോക്കിയോ. അപ്പം C6H എത്ര വന്നു? 10 എണ്ണേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ? നെയിം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹെക്സ് ആണ്. അടുത്തത് ഹെപ്റ്റ് ആണ്. ഹെപ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 7 ആണ്. അതിന്റെ ആൽക്കൈൻ എഴുതുക, അതിന്റെ ആൽക്കൈൻ എഴുതുക. അതേപോലെ തന്നെ തൊട്ടടുത്തത് നെയിം ഒക്ടാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 8 ആണ്. അതിന്റെയും ആൽക്കൈൻ എഴുതുക, ആൽക്കൈൻ എഴുതുക. അടുത്ത നെയിം വരുന്നത് നോൺ ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 9 ആണ്. അതിന്റെയും ആൽക്കൈൻ എഴുതുക, ആൽക്കൈൻ എഴുതുക. ഒരെണ്ണം കൂടെ പഠിച്ചാൽ മതി. അടുത്തത് നെയിം എന്ന് പറയുന്നത് ഡെക്കാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 10 ആണ്. അതിന്റെയും ആൽക്കൈൻ എഴുതുക, ആൽക്കൈൻ എഴുതുക. ഒന്ന് എഴുതിക്കേ. ഇത്രയുമാണ് നിങ്ങളുടെ ഇന്നത്തെ പരിപാടി. പെട്ടെന്ന് എഴുതിക്കോ. ഇത് എഴുതി കഴിഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകും.
കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? എഴുതി കഴിഞ്ഞോ? അക്ഷിത? ഇല്ല, നന്നായി. നന്നായി. ശ്രേയ ഡെക്കെയിൻ. ഓക്കെ. അൽക്ക എന്തുവായി? ഡെക്കെയിൻ. ഇതുകൂടെ എഴുതി കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താമേ. ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ നെയിമിംഗ് ഒക്കെ പഠിക്കാം. ഇത് ഞാൻ എഴുതുകയാണ്. ഇത് ഞാൻ എഴുതിയിട്ട് നോക്കി 7 കാർബൺ എന്ന് പറയുമ്പോൾ നോക്കിയോ 1 2 3 4 5 6 7 എല്ലാം സിംഗിൾ ബോണ്ട്. 1 2 3 4 5 6 എല്ലാം സിംഗിൾ ബോണ്ടാണ്. ബാക്കിയുള്ള എല്ലാം എന്താണ് നമ്മുടെ ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യുക. കണ്ടോ? എച്ച് 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 എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ആൽക്കൈൻ്റെ ഈ ഇത് C7 H 14 16 വരും. H16 7 16. അടുത്ത ആൽക്കീൻ വരുന്ന സമയത്ത് അവന്റെ പേര് അതിപ്പം ഇത് ഹെപ്റ്റൈൻ ആണ്. ഹെപ്റ്റൈൻ ആണ് ഇത്. അതുപോലെ ഇത് ഹെപ്റ്റീൻ വരും. ഹെപ്റ്റീൻ വരുമ്പോൾ 1 2 3 4 5 6 7 ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക. ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ട്. 1 2 3 4 5 ആക്കുക. ബാക്കിയുള്ള എല്ലാം ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 12 13 14. ഓക്കെ. അപ്പൊ ഇവിടുത്തെ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതെല്ലാം ഹൈഡ്രജൻ ആണ്. എച്ച് 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 എച്ച്. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C7H14 വരും. H14 വരും. അതേപോലെ അടുത്തത് വരുന്ന സമയത്ത് 1 2 3 4 5 6 7 ഏതെങ്കിലും ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആക്കുക. 1 2 3. അപ്പം ഇത് 1 2 3 4 5. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11. ഇനിയിപ്പോ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒരെണ്ണം കൂടെ കണ്ടോ? ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെ എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് C7H12 എന്ന് വരും. 1 2 3 4 5 5 10 12. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്ത് അതായത് ഒക്ട് എന്ന് പറയുമ്പോൾ 8 എണ്ണമാണ്. 8 വരുമ്പോഴത്തേക്കും 1 2 3 4 5 6 7 8 എല്ലാം സിംഗിൾ ബോണ്ട്. 1 2 3 4 5 6 7 ബാക്കിയുള്ള എല്ലാം എന്താ സിംഗിൾ ബോണ്ട് അല്ല മറ്റേ ഹൈഡ്രജൻ ഇട്ട് ബാലൻസ് ചെയ്യാന്നുള്ളതല്ല സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പം 8 കാർബണിന് അപ്പുറത്തും ഇപ്പുറത്തും 16 ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ 2 ഹൈഡ്രജൻ അറ്റത്തും കൂടെ ചേർത്തിട്ട് മൊത്തം ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും C8H16 16 18 H18 ആണ്. അതായത് ഇവന്റെ പേര് ഒക്ടെയിൻ എന്ന് പറയും. അതേപോലെ തന്നെ അതിന്റെ ആൽക്കീൻ വരുന്ന സമയത്ത് ഒക്ടീൻ എന്നായിരിക്കും പറയുന്നത്. ഒക്ടീൻ ആയിരിക്കും. അത് 8 എണ്ണം 1 2 3 4 5 6 7 8 8 ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇത് ഡബിൾ ബോണ്ട് കൊടുക്കുക. ബാക്കി ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ സിംഗിൾ ബോണ്ട് 3 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ എച്ച് 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 ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച് ഇവിടെയും എച്ച്. അപ്പൊ ബാക്കി നമുക്കറിയാം ഇതിപ്പം C8H16 ആയിട്ട് മാറി. അടുത്തത് വരുന്ന സമയത്ത് അവിടെയും 8 കാർബൺ 1 2 3 4 5 6 7 8 ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആവും. ഇത് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. 1 2 3. ഇത് സിംഗിൾ ബോണ്ട് 3 ഹൈഡ്രജൻ. ഇവിടെ ഇനിയിപ്പോൾ ഒരു ഹൈഡ്രജനും ഇല്ല. ഇവിടെ ഒരു ഹൈഡ്രജനും ഇല്ല. ഇവിടെ 1 2 3 2 ഹൈഡ്രജൻ ഇവിടെയും 2 ഹൈഡ്രജൻ ഇവിടെയും 2 ഹൈഡ്രജൻ ഇവിടെ 3 ഹൈഡ്രജൻ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ C8
H14 ആണ്, C8H14 ആണ്. ഇവൻ എന്താണ്, ഇത് ഒക്ട് അയൻ എന്ന് പറയും, ഒക്ട് അയൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് 9 എണ്ണം വരുന്ന സമയത്ത് 9 കാർബൺ നിങ്ങൾ എഴുതുക. അതായത് 9 കാർബൺ ആറ്റം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് 1 2 3 4 5 6 7 8 9 എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. 1 2 3 4 5 6 അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് എല്ലാത്തിനും സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി 4 എണ്ണം വരുന്ന രീതിയിൽ ഹൈഡ്രജനെ സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ഞാൻ വരയ്ക്കുന്നില്ല. ഇവന്റെ പേര് നൺ എയ്ൻ എന്നാണ്, നൺ എയ്ൻ എന്നാണ്. ഇവിടെ ഇവന്റെ മോളിക്കുലാർ ഫോർമുല വരുമ്പോൾ C9H18H20 വരുന്നു. അടുത്ത വരയ്ക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക, ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക, ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക. അപ്പോൾ ഇത് H വരും. ബാക്കി ഇവിടെ 1 2 3 ഇവിടെ ഒരു H, ഇവിടെ ഇവിടെ അവിടെ ഒരു H ഉള്ളൂ, അവിടെയും ഒരു H ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ 2 H വരും. ബാക്കി ഈ അറ്റത്ത് എന്താണ്, ഒരു H. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ C9H18 എന്ന് വരുന്നു. അപ്പോൾ ഇവന്റെ പേര് നൺ ഈൻ എന്ന് വരും, നൺ ഈൻ എന്ന് വരും. അടുത്ത ആൽക്കൈൻ വരുമ്പോൾ 1 2 3 4 5 6 7 8 9 ട്രിപ്പിൾ ബോണ്ട് ഒരെണ്ണം കൊടുത്തു. ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ 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 സിംഗിൾ, ഇവിടെ 3 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഇവിടെ H. അപ്പോൾ ഇവിടെ C9H16 എന്നാണ് വരുന്നത്. നോക്കി, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 കണ്ടോ, ഇങ്ങനെ വരുന്നത്. ഇത് ഡെക്കേൻ വരുന്ന സമയത്ത് 10 കാർബൺ, 1 2 3 4 5 6 7 8 9 10 എല്ലാം സിംഗിൾ ബോണ്ടാണ്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. ബാക്കി ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യണം, ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഡെക്ക് എയിൻ എന്നാണ് വരുന്നത്. കാർബൺ ആറ്റം ഇതിന്റെ എണ്ണം, അതായത് C10H22 എന്ന് വരും, കാരണം 10 × 22 എന്ന് വരും. അടുത്തത് C10H20 എന്ന് വരുന്നു. അടുത്തത് C10H18 എന്ന് വരുന്നു. അപ്പോൾ 10 എണ്ണം വരച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 ഒരെണ്ണം ഡബിൾ ബോണ്ട് ആക്കുക, ബാക്കിയുള്ള എല്ലാം സിംഗിൾ ബോണ്ട്. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, അടുത്ത ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ 1 2 3 4 5 6 7 8 9 10 ഒരെണ്ണം ട്രിപ്പിൾ ബോണ്ട് ആക്കുക, സിംഗിൾ ബോണ്ട്. ഇവിടെയും സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, അതായത് ബാക്കിയുള്ള എല്ലാം ഓരോ ഹൈഡ്രജൻ ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായാലും 8 എണ്ണത്തിന്റെ 16 16 2 18 16 2 18 18 വരുന്നത്. ഇതാണ് നമ്മുടെ ഡെക്ക് അയൻ എന്ന് പറയുന്നത്. ഇത് ഡെക്ക് ഈന്, ഇത് ഡെക്ക് ഈന്. ഇത്രയുമേ ഉള്ളൂ. അത് നിങ്ങൾ എന്താ എഴുതിയിട്ട് നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് എഴുതിയ 4 എണ്ണം ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് അയക്കാം. ഞാൻ ഇന്ന് ഇത്രയുമേ പഠിപ്പിക്കുന്നുള്ളൂ. എനിക്ക് ഇപ്പോൾ 9 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാവും, ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്താമെന്ന് പറഞ്ഞത്.